പോലുമില്ല. ഇവിടെ കൊണ്ട് ആക്കി പോയിക്കുന്നോ? ഇവിടെ കൊണ്ട് പോയിക്കുവാ? ആരുമില്ല കൂടെ. പൊടിയും പൊട്ടുമൊക്കെ ഇട്ടിട്ട് ആ മുറിനകത്ത് പൊടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വന്ന തന്നെ വീട്ടിലെ ബാത്റൂം പൊളിഞ്ഞിട്ട് പരിക്കേറ്റ് വന്നതാണ്. ഇവിടെ വന്നപ്പോ അടുത്ത ബാത്റൂം പൊളിഞ്ഞിട്ട് പരിക്കേറ്റിട്ട് വന്നു. നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടോ? ശരിക്കും ഇടിഞ്ഞ കെട്ടിടത്തിന്റെ അവശിഷ്ടത്തിനകത്താണ് ഈ പേഷ്യന്റ് കിടക്കുന്നത്. മണ്ണും കല്ലും ഒക്കെ ഉണ്ട്. സിമെന്റും പൊടിയല്ല ഇരിക്കും. ഇതുപോലും പൊട്ടിട്ട് പോലുമില്ല. ഇൻഫെക്ഷൻ വരില്ല ശരിക്കും. ഇതെന്താ ക്ലിയർ ചെയ്യാത്തെ? ആൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? കാരണം ആരെങ്കിലും ഒരാൾ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയത്തില്ല. എന്താ യുദ്ധകാലാടിസ്ഥാനം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ അങ്ങനെ നോക്കണ്ട, നിലപാട് കൊണ്ടോട്ടെ. ക്രമീകരണം ചെയ്യുക. ആൾക്കാർ ഇങ്ങനെ കൂടി നിന്നിട്ട് കാര്യമുണ്ടോ? കാരണം എന്താ അറിയാത്തതിന്റെ ഒരു അല്ല ആള് അത് കൂടുതൽ അപകടം ഉണ്ടാകാത്ത രീതിയിൽ ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി ഫയർഫോഴ്സ് എക്യുപ്മെന്റ്സ് വിളിച്ചിട്ടുണ്ട്. ചെയ്തോളൂ. എത്ര സമയം കൊണ്ട് 10 മിനിറ്റ്സ് അപകടം നടത്തുന്നത് എത്ര നേരമായി? ഇതൊക്കെയാണോ മറുപടി? 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? അപകടം നടന്ന ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ മെഡിക്കൽ കോളേജിലെത്തി. എന്നിട്ട് നിങ്ങൾ 10 മിനിറ്റ് എന്ന് പറയാ? ഇത് യുദ്ധകാലാടിസ്ഥാന സംവിധാനം വേണ്ടേ? ആരോടെ ഈ പറയുന്നത്? കേട്ടോ നാണക്കേട്. എത്രയും പെട്ടെന്ന് ഒരു ക്ലിയർ ചെയ്യേണ്ട സാഹചര്യമാണ്. ക്ലിയർ നോക്കണം. ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കാരണം ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊരു സംശയം കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും വേണം. അതായത് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വളരെ വേദന ഉണ്ടായിരുന്ന സാഹചര്യം. കാരണം കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സാധാരണക്കാരന്റെ ആശ്രയമായ ഒരു മെഡിക്കൽ കോളേജ്. അവർക്ക് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ പോലും ഇതൊരു സാഹചര്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് വിടണം എന്നതാണ് കാണിക്കാറുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇനിയും